ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്തിനുള്ള വീഡിയോ ആണെന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കാത്തി വരുമ്പോഴത്തേക്കും, കാത്തി ജോലിക്ക് പോയേക്കാം കേട്ടോ, വരുമ്പോഴത്തേക്കും നമുക്കൊരു സർപ്രൈസ് ആയിട്ട് കേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് എനിക്കൊന്നും കൊടുക്കാൻ പ്ലാൻ ചെയ്യാനേ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പറ്റുന്നത്. ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേക്കൊക്കെ. അപ്പോൾ കാണുമ്പോൾ എന്തായാലും സന്തോഷമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്കൊരു നല്ലൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ട് ആരെയും സർപ്രൈസ് ചെയ്താലോ? അപ്പോൾ നമ്മളിതേ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ പൊടിച്ചെടുക്കുന്നത് നമ്മൾ ഇവിടെ കിട്ടുന്നത് ഭയങ്കര ഫൈനായിട്ടുള്ള ഷുഗറാണ് കേട്ടോ. പക്ഷേ എന്നാലും ഞാനൊന്ന് ഇതാക്കി എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സമാധാനത്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. അപ്പോഴത്തേക്കും നമ്മൾ അത് റെഡിയാക്കി വെച്ചു. അതിനുശേഷം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ 3 എഗ്ഗ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മുടെ പൗഡേഴ്സ് കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ ഷുഗർ, പിന്നെ മൈദ, ബേക്കിംഗ് പൗഡർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് വേണം ശരിക്കും എഗ്ഗിൻ്റെ പരിപാടിയിലേക്ക് പോകാനായിട്ട്. പക്ഷെ ഞാൻ അത് വിട്ടുപോണ കാര്യമാണ്. ഞാൻ ഫസ്റ്റ് എഗ്ഗിലേക്കേ കടന്നു. അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കി ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അത് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ 3 എഗ്ഗ്, പിന്നെ വാനില എസൻസും കുറച്ച് ഒഴിച്ചു. ആ മുട്ടയുടെ മണം കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് എടുക്കണം. അപ്പോൾ അതാണ് ഈ ഒരു പരിപാടി ചെയ്യണത്. അപ്പോൾ ഞാൻ ഇത് ബീറ്റ് ചെയ്ത് അത്യാവശ്യം ഫ്ലഫി ആയിട്ട് നമ്മൾ കിട്ടണം ആ സാധനം. അപ്പോഴാണ് ഞാൻ മറ്റത് ചെയ്തില്ല, നമ്മൾ പൗഡർ ഒന്നും സെറ്റാക്കിയില്ല എന്ന് ഓർത്തത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കപ്പാണ് കേട്ടോ ഇത്. 1 കപ്പ് മൈദ എടുത്തു. അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കൊക്കോ പൗഡറില്ലേ, അത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുത്ത് കൊടുത്തു കേട്ടോ. ഞാനത് ശരിക്കും ഞാൻ മറന്നുപോയി, 3 ടേബിൾ സ്പൂണാണ് 2 ടേബിൾ സ്പൂണാണെന്ന് വെച്ചാൽ ഞാൻ 3 ഇട്ടു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും അരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ എൻ്റെ ഇവിടെ ഇത് അരിക്കാൻ പാകത്തിനുള്ള അരിപ്പ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇട്ടു കേട്ടോ. ഇതിലിവിടെ മൈദ വലിയ സെറ്റ് കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ ക്രംസ് പോലത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മുടെ കൊക്കോ പൗഡറിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഉണ്ടാക്കി വന്നപ്പോൾ അതിന് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് വേണം നമ്മുടെ ഈ പൗഡേഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബേക്കിംഗ് സോഡ ഞാനിവിടെ കുറേ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. ചില സ്ഥലത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. നന്നായിട്ട് ആ ബേക്കിംഗ് പൗഡർ എല്ലാ സ്ഥലത്തേക്കും ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ അത് സെറ്റായിട്ട് നമ്മുടെ എഗ്ഗ് ഞാൻ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് സെറ്റാക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം നമ്മുടെ എഗ് ബാറ്റർ ഈ ഒരു ഇതായിട്ടുണ്ട്, ഒരു ഫ്ലഫി കൺസിസ്റ്റൻസി എന്താ പറയാം. ഇനി ആ ഒരു ഫ്ലഫി കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് സൺഫ്ലവർ ഓയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൺഫ്ലവർ ഓയിൽ ഈ ഒരു സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്ററിൽ കുറച്ച് അതൊന്ന് മിക്സ് ആവണവരൊന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബീറ്റർ മാറ്റി വെച്ചിട്ട്, പിന്നെ ബീറ്ററിൻ്റെ ആവശ്യമില്ല, പിന്നെ നമ്മുടെ കൈ കൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. കൈ കൊണ്ട് മീൻസ് ആ സ്പച്ചുല കൊണ്ട്. ഈ സംഭവം നമുക്കൊരു 1/4 കപ്പ് എടുക്കാം. ഒരു 1/4 കപ്പ് എടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ. ബാക്കി എണ്ണ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. 1/4 കപ്പ് ഒഴിച്ചു. ഇനി ഈ ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. നമ്മുടെ പൊടി, മുട്ടയുടെ ആ ഒരു ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ നമ്മളിത് സെറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഓവൻ നല്ല പ്രീഹീറ്റായി നല്ല സെറ്റായിട്ട് ആ ഒരു ചൂടോടെ ഇരിക്കുന്നുണ്ടാവും. നമുക്ക് അതൊന്ന് ഒരു ഒരു 180 ഡിഗ്രിയിൽ നമുക്ക് റെഡിയാക്കാം.
150. 150 ഒരു 10 മിനിറ്റ് അത്ര മതി. ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർക്കുക. അതിൻ്റെ ഇടയ്ക്ക് അത് കട്ടിയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാം മിൽക്ക്, ഞാനിവിടെ ചൂടാക്കി വെച്ചിട്ടുള്ളൂ, ഞാൻ മറന്നുപോയിരുന്നു. വാം മിൽക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാം, അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര വെള്ളമായി പോകരുത്. ലൈക്ക് ഒരു എന്താ പറയുക, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇനി സൂം ചെയ്ത് കാണിക്കണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 4:30 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആളുടെ പണി 4:30 തീരും. എനിക്ക് തോന്നണില്ല ഇപ്പോൾ കേക്ക് ആൾ വരുമ്പോഴത്തേക്കും റെഡി ആവുന്ന. എന്നാലും ആള് കാണും, ചിലപ്പോൾ ഓവനിലിരിക്കും കേക്ക് റെഡി ആവാൻ. ഓൺ പ്രോസസ്സ് ചെയ്യുന്നത് ചിലപ്പോൾ ആള് വരുമ്പോഴത്തേക്കും. സർപ്രൈസ് നടക്കില്ല എന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, അത് കഴിക്കാൻ പറ്റുമല്ലോ. സിമ്പിളായിട്ടുള്ള കേക്കാണ് ഗൈസ്. ഈ കേക്കും കൂടി വെച്ച് കേക്കായി. പിന്നെ ടോപ്പിൽ ക്രീമൊന്നും ഞാൻ ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ടോപ്പിൽ ചുമ്മാ ഒന്ന് ഒഴിക്കാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അറിയില്ല, നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചൂടാക്കിയ പാലാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് തിക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വാം മിൽക്ക് കൊടുക്കുമ്പോൾ എനിക്ക് വാം മിൽക്ക് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടിയും ചോക്ലേറ്റ് കളർ കൂടുതൽ കിട്ടണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് പാനൊന്ന് ജസ്റ്റ് ഞാൻ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ യൂസ് ചെയ്യാം. എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇതങ്ങോട്ട് വെച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഡാബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് നമ്മൾ ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഓവനിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 40 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. ലൈക്ക് 40 മിനിറ്റ്സ് കഴിയുമ്പോൾ ചെക്ക് ചെയ്യുക. ആയിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി വെച്ചിട്ട് വീണ്ടും ചെക്ക് ചെയ്യുക. പിന്നെ ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെച്ചിട്ട് വീണ്ടും ചെക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ തിരിച്ചെടുക്കുമ്പോൾ അതിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതായിട്ടില്ല. എടുക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കേക്ക് ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ്സ് 50 മിനിറ്റ്സ് ആയി. ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യണ്ടായിരുന്നു. ലൈക്ക് 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇത് വെച്ചിട്ട് കുത്തി നോക്കി. അപ്പോൾ കുക്കായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏകദേശം ഒരു 50 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ പറഞ്ഞല്ലോ ക്രീം ഇല്ലാന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ വീഡിയോയിൽ കണ്ടതാണ് ഈ മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അതിങ്ങനെ വേസ്റ്റ് പോലെ വന്നതാണ്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൊക്കോ പൗഡറും ഇട്ടിട്ട് ആ ഒരു ക്രീമില്ലേ അതാണ് ടോപ്പിൽ കേക്കിൻ്റെ ഒഴിക്കുന്നത്. അതാകുമ്പോൾ വലിയ ക്രീമിൻ്റെ അത്യാവശ്യമില്ല. ഈ ഒരു ഇത് വെച്ചിട്ട് സെറ്റാകും. ഇപ്പോൾ എൻ്റെ ഇത്രയേ ഉള്ളൂ. ഞാൻ മറ്റേ ക്യാൻ വാങ്ങിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാനിപ്പോൾ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്കത് അടച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം, അടച്ചു വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് ഇത് വാങ്ങിച്ചത്. ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി അല്ല ചോക്ലേറ്റ്. ഇനി അതിന്റെ മുകളിൽ ഇനി ഇത് ഇടും. കേക്കല്ല, ഒരു ക്രീം ഉണ്ട്. ഇപ്പൊ കണ്ടൻസ് മിൽക്കില്ലേ, കണ്ടൻസ് മിൽക്കും കൊക്കോ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് അതിന്റെ മുകളിലേക്ക് ചുമ്മാ ഒഴിക്കും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയപ്പോഴത്തേക്ക് നമ്മുടെ കാർത്തി വന്നു കേട്ടോ. കാർത്തി വന്നു കഴിഞ്ഞപ്പോൾ കേക്ക് ഉണ്ടാക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുക. അപ്പോൾ കാർത്തി ഇപ്പോൾ സൈഡിലിരുന്ന് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ
നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഫുള്ള് ഒഴിക്കേണ്ടി വരും എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ അതിലുള്ള ഫുള്ള് കണ്ടൻസ് മിൽക്ക് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ മറ്റേ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത്രയും വേണോ എന്ന് എനിക്ക് ലാസ്റ്റ് തോന്നി. എന്നാലും ഞാൻ ഇട്ട് കൊടുത്തു. ഞാൻ ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ എന്നാലും ഇട്ട് കൊടുത്തു. പക്ഷേ ടേസ്റ്റ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് നമ്മുടെ നോർമൽ ചോക്ലേറ്റ് നമ്മളൊന്ന് മെൽറ്റാക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കുമ്പോൾ ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇനി നമ്മളത് ഈ റെഡിയായി ചോക്ലേറ്റ് നമ്മുടെ കേക്കിൻ്റെ ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഡയറക്റ്റ്ലി. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പാൻ എന്ന് പറയുന്നത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ അപ്പുറത്ത് ഇരിക്കുന്ന പാത്രത്തിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമ്മൾ ആ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കുമ്പോൾ സൈഡിലേക്ക് ഇങ്ങനെ പോവില്ലല്ലോ. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.